നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പാണ്. കൈപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ സാറിനെ കാണാൻ വന്നായിരുന്നു. സാറിൻ്റെ അടുത്ത് നമ്മളുടെ കുറച്ച് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സാറ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് സാറിനോട് ചോദിച്ചു നോക്കാം. സാറേ, ഇത് മിൽക്ക് ഡൗൺ എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ ആണ്. അപ്പോൾ ഇത് നമ്മൾ വെണ്ടയിൽ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഫംഗലായിട്ടുള്ള ഒരു അറ്റാക്ക് പോലും വെണ്ടയ്ക്ക് കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 മാസത്തോളം പ്രായമുള്ള ചെടിയാണ്. എന്നിട്ടും ഇതിൻ്റെ ഇലകൾക്കൊന്നും ഒരു പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് ജൈവവളത്തിൻ്റെ മറ്റേ ലിക്വിഡായിട്ടുള്ള ഏത് വളത്തിൻ്റെ ഒപ്പം വേണമെച്ചാലും ജൈവത്തിൻ്റെയോ അല്ലെങ്കിൽ രാസമായിട്ടോ അയോണിക് രൂപത്തിലുള്ളോ ഏതിൻ്റെ ഒപ്പം വേണമെച്ചാലും മിക്സ് ചെയ്ത് അടിക്കാം. ഈവൻ ഇത് ഏത് ഫംഗിസൈഡിൻ്റെ ഒപ്പം കൂടി കൂട്ടിയടിക്കാം എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അത് കർഷകനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ള പല ബയോ കൺട്രോൾ ഏജൻറ്റ് അടിക്കുമ്പോഴും നമ്മൾ 8-10 ദിവസം ടൈം ഡിലേ പറയാറുണ്ട്. ഇത് അതൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളുടെ ഈ ടെക്നോളജി വളരെയധികം നല്ലൊരു ടെക്നോളജി ആയിട്ട് തോന്നുന്നു. അതേമാതിരി തന്നെ ഇതിൻ്റെ മിൽക്ക് ഡൗൺ എന്ന് പറയുന്നത് ബാസിലസ് സബ്സ്റ്റിൽസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇതേപോലെ ഈ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ടെക്നോളജിയുടെ പേര് മൈക്രോബോട്ട് എന്നാണ്. ഇപ്പോൾ സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാർ ഇതേപോലെ തന്നെ മിക്സ് ചെയ്തും അല്ലാതെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സാർ ഇതേപോലെ തന്നെ നമ്മളുടെ കൂടെ അയണിക് ആയിട്ടുള്ള അതായത് നമ്മളുടെ രാസ കീടനാശിനിയുടെ കൂടെ മിക്സ് ചെയ്തിട്ടടക്കം നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതിൻ്റെ അത് ശേഷം മാത്രമേ എന്നോട് ഇതിനെപ്പറ്റിയുള്ള റിസൾട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അതാണ് സാർ ഇന്ന് നമ്മളുടെ അടുത്ത് പങ്കുവെച്ചത്. അതേപോലെ സാറിൻ്റെ അത് ഇപ്പോൾ യൂസ് ചെയ്ത സമയത്ത് സാർ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ സാറിൻ്റെ അകത്തുള്ള ഇതുവരെ യൂസ് ചെയ്തതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാമോ? ഇത് കർഷകനെ സംബന്ധിച്ച് ഈ സാധനം ഇത് ഉപയോഗിക്കണം. അത് ഇത് ഡ്യൂറേഷൻ കൂടുതലാണ്. നമുക്ക് ഈ ഫംഗൽ ഡിസീസിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ ബാക്കിയുള്ള കൺട്രോൾ ഏജൻറ്റിനെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതൽ ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് സാധാരണ രീതിയിൽ നമ്മളുടെ രാസ കീടനാശിനികൾ അടിക്കുന്ന നമ്മളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഇത് വളരെയധികം കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പം എത്രത്തോളം സാറിൻ്റെ അകത്ത് ഇതിൻ്റെ അത് സാറ്റിസ്ഫാക്ഷൻ വന്നു? ഇത് 100% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്.